നമസ്കാരം. മംഗളം TV നോ കോംപ്രമൈസിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. കൈകാലുകൾ തല്ലിയൊടിക്കുക, തല തല്ലി പൊളിക്കുക, ഭീകരമായ രീതിയിൽ നരനായാട്ട് നടത്തുക, ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യപരമായി നടക്കുന്ന ഒരു ജനകീയ പ്രക്ഷോഭത്തെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ ഇന്ത്യയിലെ സുരക്ഷാ ഏജൻസികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നോ കോംപ്രമൈസിന് ഇന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തെ, യുവാക്കളുടെ പ്രക്ഷോഭത്തെ, ഈ രാജ്യത്തിന്റെ ആകമാനം കൺസേണായ, ഈ രാജ്യം ആകമാനം ചർച്ച ചെയ്ത ഒരു ഇഷ്യൂവിനെ, ഒരു സമരത്തെ എങ്ങനെയാണ് നമ്മുടെ സുരക്ഷാ ഏജൻസികൾ കൈകാര്യം ചെയ്തത് എന്ന കാര്യം രാജ്യത്തിന് മുമ്പിൽ മാത്രമല്ല ലോകത്തിന് മുമ്പിൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളായി നമുക്ക് മുമ്പിൽ ഉണ്ട് എന്നുള്ള കാര്യം നിസ്തർക്കമാണ്. അവിടെ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ വിദ്യാർത്ഥികൾക്കപ്പുറത്തെ വിദ്യാർത്ഥിനികളെ ക്രൂരമായി വേട്ടയാടുന്ന, വെട്ടനായ്ക്കളെ പോലെ പെരുമാറുന്ന പോലീസ് എന്നാണ് ചില മാധ്യമങ്ങളെങ്കിലും അവരെ വിശേഷിപ്പിച്ചത് എന്നുള്ളതും കാണാതിരിക്കാനാവില്ല. തീർച്ചയായിട്ടും ഓരോ ഇന്ത്യൻ പൗരന്റെയും ഉള്ളിൽ, അവരുടെ മനസ്സിൽ, ഓരോ അമ്മമാരുടെയും ഓരോ മാതാപിതാക്കളുടെയും എല്ലാം ഉള്ളിൽ വളരെയേറെ വേദന തോന്നുന്ന ദാരുണ ദൃശ്യങ്ങളാണ്, മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന ഭീകരവും ക്രൂരവുമായ ദൃശ്യങ്ങളാണ് ആ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട്, അവിടെ അർദ്ധ സൈനിക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ നടപടികളുമായി ബന്ധപ്പെട്ട് സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ തന്നെയാണ് ഒരു ജനാധിപത്യ രാജ്യം, ജനാധിപത്യ ഇന്ത്യ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തി, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, അതിങ്ങനെയൊക്കെയാണോ നമ്മുടെ ചെറുപ്പക്കാരോട്, നമ്മുടെ വിദ്യാർത്ഥികളോട് അവരുടെ ജനാധിപത്യപരമായ അവകാശമായ സമരം ചെയ്യുന്നതിന് നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ അർഹിക്കുന്ന പ്രതിഫലം എന്നതാണ് ചിന്തിക്കേണ്ട കാര്യം. നമുക്കറിയാം, ഒരു പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കുക, ക്രമസമാധാനം ഉറപ്പുവരുത്തുക എന്നുള്ളത് പോലീസ് സംവിധാനത്തിൻ്റെ, സുരക്ഷാ ഏജൻസികളുടെ പ്രാഥമികമായ കർത്തവ്യം തന്നെയാണ്, അവരുടെ കടമ തന്നെയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്, ഡ്യൂട്ടിയാണ്. അക്കാര്യത്തിൽ ഒന്നും നോ കോംപ്രമൈസിന് തർക്കമില്ല. പക്ഷേ എവിടെ വരെയാകാം അക്രമത്തിൻ്റെ അല്ലെങ്കിൽ എവിടെ വരെയാകാം ആ അടിച്ചമർത്തലിൻ്റെ രീതി എന്നുള്ളതാണ് കൃത്യമായിട്ടും പരിശോധിക്കേണ്ടത്. നമുക്കറിയാമല്ലോ, നമ്മുടെ സുരക്ഷാ ഏജൻസികൾ, ആ സുരക്ഷാ ഏജൻസികളെയെല്ലാം നാം കെട്ടിപ്പടുക്കുന്നത്, ഈ രാജ്യം കെട്ടിപ്പടുക്കുന്നത് ഓരോ പൗരൻ്റെയും നികുതിയിലൂടെയാണ്, നികുതി പണത്തിലൂടെയാണ്. അവരുടെ വിയർപ്പാണത്. ആ വിയർപ്പിലൂടെയാണ് നാം നമ്മുടെ സുരക്ഷാ ഏജൻസികളെ അടക്കം ഈ രാജ്യത്തിൻ്റെ, അതിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്കടക്കം സംരക്ഷിക്കുന്നതിന് വേണ്ടി നാം അവരെ കെട്ടിപ്പടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ പൗരനും ഈ രാജ്യത്തിൻ്റെ സ്വത്താണെന്നിരിക്കെ ആ സ്വത്തിനെ സംരക്ഷിക്കാൻ, അതിനെ സംരക്ഷിക്കാൻ, സുരക്ഷിതമാക്കാൻ ബാധ്യതയുള്ള സുരക്ഷാ ഏജൻസികൾ, നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ, നമ്മുടെ അർദ്ധസൈനിക വിഭാഗങ്ങൾ എങ്ങനെയാണ് പൗരന്മാരോട് പെരുമാറേണ്ടത് എന്ന കാര്യത്തിലും വളരെ കൃത്യമായും തന്നെ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെയും പെരുമാറാമോ, എങ്ങനെയും അടിച്ചൊതുക്കാമോ, എങ്ങനെയും ഇല്ലായ്മ ചെയ്യാമോ ഒരു പ്രക്ഷോഭത്തെ എന്നുള്ളതൊക്കെ കാതലായി തന്നെ ഇഴകേറി പരിശോധിക്കേണ്ട വിഷയമാണ്. നിയമവിദഗ്ധരടക്കം, ജനപ്രതിനിധികളടക്കം, പൊതുസമൂഹമടക്കം, സാംസ്കാരിക നായകരടക്കം എല്ലാവരും ഈ വിഷയത്തെക്കുറിച്ച് വളരെ സമഗ്രമായി തന്നെ ചർച്ച ചെയ്ത് ചിന്തിച്ച് കൃത്യമായ ഒരു മാനദണ്ഡം ഇക്കാര്യത്തിൽ ഉണ്ടാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് നോ കോംപ്രമൈസിന്റെ അഭിപ്രായം. നമുക്കറിയാം, കർഷക സമരമടക്കം നിരവധി സമരങ്ങൾ ഈ രാജ്യം സമീപകാലത്ത് കണ്ടിട്ടുണ്ട്. അവിടെ അള്ളുവെക്കുന്ന പോലീസിനെ നാം കാണുകയാണ്. വലിയ കോൺക്രീറ്റ് കട്ടകൾ കൊണ്ട് ബ്ലോക്ക് ചെയ്യുന്ന പോലീസിനെ നാം കാണുകയാണ്. റോഡ് മാന്തിപ്പൊളിച്ച് ഗർത്തങ്ങൾ ഉണ്ടാക്കുന്ന പോലീസിനെ നാം കാണുകയാണ്. വലിയ രീതിയിലേക്ക് പ്രക്ഷോഭങ്ങളെ, പ്രതിഷേധങ്ങളെ, അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട രീതി ജനാധിപത്യപരമായി ചർച്ചകളിലൂടെയും മറ്റും പ്രാഥമികമായി പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കേണ്ട ഒരു ഘട്ടത്തിൽ അവിടെ മർക്കടമുഷ്ടിയിലൂടെ നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്തോ, ഞങ്ങൾ കാണിച്ചു തരാം, അടിച്ചമർത്തേണ്ടി വന്നാൽ അടിച്ചമർത്തും എന്നൊക്കെയുള്ള രീതിയിലേക്ക് പോവാതെ ചർച്ചയുടെ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് ശാന്തമായി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ അടക്കം വൾഗറൈസ് ചെയ്ത് ഏറ്റവും മോശകരമായ അവസ്ഥയിലേക്ക് എത്തിച്ച് അവസാനം കീഴടങ്ങുന്ന അവസ്ഥയിലേക്ക് എന്തിനാണ് സർക്കാരുകൾ മാറുന്നത്, എന്തിനാണ് ജനാധിപത്യ സംവിധാനങ്ങൾ അത്തരത്തിൽ താഴ്ന്നു പോകുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത്. കർഷക സമരം ആയിക്കോട്ടെ, എന്തായി അവസാനം?
കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ട അവസ്ഥ വരുന്നു. നമുക്കറിയാമല്ലോ, അവസാനമുണ്ടായ കോക്രോച്ച് ജനതാ പാർട്ടി, പാറ്റ പാർട്ടിയുടെ സമരത്തിലും അവരുടെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാർ മാറുകയാണ്. ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതെ ആ യുവാക്കളെ കേൾക്കുവാനും ആ യുവാക്കളുടെ കൺസേണുകൾ, അവരുടെ ആശങ്കകൾ, അവരുടെ വിഷമങ്ങൾ, അവരുടെ സങ്കടങ്ങൾ അത് കേൾക്കുവാനും അത് അഡ്രസ്സ് ചെയ്യുവാനും പരിഹരിക്കുവാനും അവരെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങളെ ചർച്ച ചെയ്ത് പരിഹരിച്ച് സമാധാനം ഉറപ്പിക്കുന്നതിന് പകരം എത്രയോ കുഞ്ഞുങ്ങളെയാണ്, എത്രയോ വിദ്യാർത്ഥികളെയാണ്, എത്രയോ കുട്ടികളെയാണ് നിർദാക്ഷിണ്യം വെട്ട നായ്ക്കളെ പോലെ എന്ന് പറയേണ്ടി വരുന്നവർ പറയേണ്ടതുപോലെ നരനായാട്ട് ചെയ്യുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തുന്നത് നാം കാണുകയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ തല്ലുവാങ്ങിക്കുന്നത്? നമ്മുടെ രാജ്യം കാണുകയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ തല്ലുവാങ്ങിക്കുന്നത്? ഈ ലോകം കാണുകയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ തല്ലുവാങ്ങിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പൗരന്മാർ, ഈ രാജ്യത്തെ ജനങ്ങൾ അത്രത്തോളം വേട്ടയാടപ്പെടേണ്ടവരാണോ? അവരുടെ ആവശ്യങ്ങളെ കേൾക്കാൻ ഒരു ഭരണ സംവിധാനം ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധിക്കാനുള്ള അവകാശം അവർക്കുണ്ടല്ലോ. അതിനെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യാതെ, അതിനെ തീർത്തും കിരാതമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്ന നിലപാടുകൾ ഉണ്ടാകുമ്പോൾ അവിടെ ഉത്തരവാദിത്വത്തോടുകൂടി ഇടപെടാനുള്ള ബാധ്യത സുപ്രീം കോടതി അടക്കമുള്ള സംവിധാനങ്ങൾക്കുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറയുന്നു, ചില വീഡിയോകൾ കാണാൻ സൗകര്യമില്ല, അല്ലെങ്കിൽ സമയമില്ല എന്ന് പറയുന്നു. സമയമില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. സമയമുണ്ടാകണം സാർ. അങ്ങേക്ക് അവസാനം സമയം വന്നാൽ പോരാ, ആദ്യമേ അങ്ങത് കണ്ട് ആ സമയം അങ്ങേക്കുണ്ടായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഭീകരമായ മർദ്ദനങ്ങളിലേക്ക്, അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത രീതിയിലുള്ള മർദ്ദനങ്ങളിലേക്ക് പോലീസിന് പോകാൻ പറ്റില്ല. കൃത്യമായ നിയന്ത്രണങ്ങൾ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനം, നിയമവ്യവസ്ഥിതി, സുരക്ഷാ ഏജൻസികൾക്ക് മേൽ കൃത്യമായും വേണം. എങ്ങനെയാണ് ഒരു ലാത്തിയിൽ ആണിയടിക്കാൻ സാധിക്കുക? ഒരു സുരക്ഷാ സേനയ്ക്ക്, നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സുരക്ഷാ സേനയ്ക്ക് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് സുരക്ഷാ പാലനത്തിന് വേണ്ടി ആണിയടിച്ച് ലാത്തി കൊണ്ടൊരു മനുഷ്യനെ അടിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ആക്രമിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നാണ്? അത് ആക്രമണമാണ്. അതൊരു പ്രക്ഷോഭത്തെ പിരിച്ചുവിടാനുള്ള സ്വാഭാവികമായ സതുദ്ദേശപരമായ ഒരു നടപടിയല്ല, അതൊരു ക്രിമിനൽ ആക്റ്റാണ്. അങ്ങനെ ഒരു ക്രിമിനൽ ആക്ട് ചെയ്തെങ്കിൽ അവിടെ ഒരു ലാത്തിയിൽ ആണിയടിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുവെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ പ്ലാൻ ഉണ്ട്, ഗൂഢാലോചനയുണ്ട്, ആസൂത്രണമുണ്ട്. ആ ആസൂത്രകരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടേ? സുരക്ഷാ ഏജൻസികളാണെന്ന് വിചാരിച്ച് ഏത് രീതിയിലുള്ള നിയമലംഘനങ്ങളും തോന്നിവാസവും കാണിക്കാവുന്ന അവസ്ഥ ഈ രാജ്യത്ത് സംജാതമാകാവോ? സുപ്രീം കോടതി അവിടെ ഇടപെടണം. നമ്മുടെ ജനപ്രതിനിധികൾ അവിടെ ഇടപെടണം. പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വമുണ്ട്. അതിനപ്പുറത്ത് ഈ സമരം നയിച്ച കോക്രോച്ച് ജനതാ പാർട്ടി അല്ലെങ്കിൽ CJP അവർ കയ്യും തട്ടി ആവശ്യങ്ങൾ നേടി എന്ന് പറഞ്ഞ് പോവുകയല്ല. തല്ലുകൊണ്ട ഓരോ വിദ്യാർത്ഥിയും, അവിടെ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ച് ശരീരത്തിൽ പരിക്കേറ്റ ഓരോ വിദ്യാർത്ഥിയോടും അവർക്ക് ബാധ്യതയുണ്ട്. ആണിവെച്ച ലാത്തി കൊണ്ട് മർദ്ദനമേറ്റ ഓരോ വിദ്യാർത്ഥിയോടും അവർക്ക് ബാധ്യതയുണ്ട്. അവരുടെ ശരീരത്തിലേറ്റ മുറിവുകളെക്കാൾ അപ്പുറത്ത് അവരുടെ കുടുംബത്തിനടക്കമേറ്റ, അവരുടെ മനസ്സിലേറ്റ മുറിവുകളുണ്ടല്ലോ, ആ മുറിവുകൾ ഉണക്കപ്പെടണമെങ്കിൽ കൃത്യമായിട്ട് മേലിൽ ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവിടെ ഇടപെടലുകൾ വേണം, കൃത്യമായ അക്കൗണ്ടബിലിറ്റി വേണം. അത്തരം നിയമലംഘനങ്ങൾ നടത്തിയവരെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് മേലിൽ ഇത്തരം നിയമവിരുദ്ധ പ്രവൃത്തികൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനം, ബാധ്യത, അതെല്ലാം ഉണ്ടാവേണ്ട ഘട്ടം തന്നെയാണിത്. അവിടെ തന്നെയാണ് മേലിൽ ഒരു പ്രക്ഷോഭത്തെ, നമ്മുടെ രാജ്യത്തെ, നാം കെട്ടിപ്പടുത്ത രാജ്യത്തെ, നമ്മുടെ പൗരന്മാരുടെ നികുതി പണം കൊണ്ടുണ്ടാക്കിയ പോലീസ് പോലുള്ള സുരക്ഷാ ഏജൻസികൾ പോലുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ് ഒരു പ്രക്ഷോഭത്തെ അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തെ കൈകാര്യം ചെയ്യേണ്ടത്? പ്രതിഷേധം പ്രക്ഷോഭമായി മാറുമ്പോഴാണല്ലോ പലപ്പോഴും പോലീസ് ആക്ഷനിലേക്ക് പോകുന്നത്. അങ്ങനെ പോവാതിരിക്കാനുള്ള മുൻകരുതൽ, ജാഗ്രതകൾ ഗവൺമെൻറ്റുകൾ, ഭരണകൂടങ്ങൾ ഉണ്ടാവണം. ധാർഷ്ട്യത്തിൻ്റെ, ധിക്കാരത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, ഞങ്ങൾക്ക് ഭരണത്തിൻ്റെ മാൻഡേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് കൂടുതൽ ആളുകളെ പൈസ കൊടുത്ത് ഞങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാം, പാർട്ടിയിലേക്ക് കൊണ്ടുവരാം, ഞങ്ങൾക്ക് ജനാധിപത്യത്തെ വില കൊടുത്ത് വാങ്ങാനാകും, അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഭരിക്കാനാവുമെന്നൊക്കെ കരുതുന്ന ആ മൗഢ്യമുണ്ടല്ലോ, ആ മൗഢ്യം തകർന്നു വീണതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് CJP പ്രക്ഷോഭം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന ആ പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിൽ നിന്ന് തന്നെ തീർച്ചയായിട്ടും അതൊരു വലിയ പാഠം തന്നെയാണ്. ജനാധിപത്യ ഇന്ത്യ അത്രയും കരുത്താണ്. ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നോ കോംപ്രമൈസ് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും ഈ രാജ്യത്തെ യുവാക്കളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് ദിവസങ്ങൾക്ക് മുമ്പേ നോ കോംപ്രമൈസ് ഇതേ പരിപാടിയിൽ പറഞ്ഞതാണ്.
ഒരുപക്ഷെ അന്ന് ആ ജനങ്ങളെ, ആ യുവാക്കളെ അഡ്രസ്സ് ചെയ്തിരുന്നുവെങ്കിൽ ഡൽഹിയിൽ കലാപ കലുഷിതമായ അങ്ങനെ ഒരു അന്തരീക്ഷമോ, നമ്മുടെ കുഞ്ഞുങ്ങൾ തല്ലുവാങ്ങുന്ന അവസ്ഥയോ, അല്ലെങ്കിൽ ഈ പറയുന്ന പെല്ലറ്റ് തൂക്കുകൾ ഉപയോഗിക്കുന്ന അവസ്ഥയോ, സാക്ഷി എന്ന ഒരു പെൺകുട്ടി വെന്റിലേറ്ററിൽ കീഴുന്ന ഗതികെട്ട അവസ്ഥയോ ഉണ്ടാവില്ലായിരുന്നു. തീർച്ചയായിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവർ പോലീസുകാരാണ്, അവർ നിയമപാലകരാണ്, അവർ വേട്ടനായ്ക്കളല്ല എന്ന ബോധ്യം, അവർ ഭരണകൂടത്തിന്റെ ഗുണ്ടാപ്പണി ചെയ്യുന്നവരല്ല എന്ന ബോധ്യം, അവർ അക്രമത്തിന്റെ പാത സ്വീകരിക്കേണ്ടവരല്ല, പക്ഷേ അവർ മറിച്ചവർ നിയമത്തിന്റെ പാതയിലൂടെ മാത്രം മുന്നോട്ട് പോയി ഈ രാജ്യത്തെ നിയമവാഴ്ച ഉറപ്പുവരുത്തേണ്ടത് നിയമപരമായ മാർഗങ്ങളിലൂടെ മാത്രമാണെന്ന ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത സമൂഹത്തിനുണ്ട്. സുപ്രീം കോടതി അടക്കം ഇടപെടണം. തീർച്ചയായിട്ടും അത് തന്നെയാണ് വീണ്ടും നോ കോംപ്രമൈസിന് പറയാനുള്ളത്. സുപ്രീം കോടതി അടക്കം ഇടപെട്ട് ഇക്കാര്യത്തിലുണ്ടായ ഡൽഹിയിലെ ഈ യുവാക്കളുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ കാര്യങ്ങളിൽ, ഈ അക്രമങ്ങളിൽ, അവിടുത്തെ സംഭവങ്ങളിൽ സമഗ്രമായ അന്വേഷണം വേണം. അവിടെ പോലീസ് അല്ലാത്തവർ പോലീസിന്റെ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രൈവറ്റ് പോലീസാണെന്നൊക്കെ പറഞ്ഞ് ചിലരെ നമ്മൾ അങ്ങനെ ചില വീഡിയോകൾ കണ്ടു. പോലീസ് അല്ലാത്ത ആരെങ്കിലും അവിടെ പോലീസ് എന്ന വ്യാജേന പ്രക്ഷോഭകരായിട്ടുള്ള അല്ലെങ്കിൽ ആ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ, യുവാക്കളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കാരിരുമ്പഴി എണ്ണിക്കണം. ഒരു കോംപ്രമൈസും അക്കാര്യത്തിൽ പാടില്ല. അക്കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്നുള്ളത് തന്നെയാണ് നോ കോംപ്രമൈസിന്റെ നിലപാട്. അവിടെ ശക്തമായ ഇടപെടലുകൾക്ക് ഒരു കാരണവശാലും ഇനിയും സർക്കാർ സംവിധാനങ്ങൾ മടിക്കരുത്. അവിടെ പോലീസ് എന്ന വ്യാജേന വന്നവരെ കൂടാതെ പോലീസുകാർ നിയമലംഘനം നടത്തിയെങ്കിൽ നമുക്കറിയാമല്ലോ, അവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ അടിച്ച് തകർക്കുന്ന വീഡിയോകളുണ്ട്. പോലീസ് എന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആധികാരികമായ നിയമ സംവിധാനമാണ്. ഒരു പോലീസുകാരൻ്റെ ലാത്തി ഒരു കാറിൻ്റെ ചില്ല് തകർക്കുന്ന നിലയിലേക്ക് ഉയർന്നുവെങ്കിൽ അയാൾ പിന്നെ ആ പദവിയിലിരിക്കാൻ യോഗ്യനല്ല, പിരിച്ചുവിടണം. അത് ഉറപ്പാക്കണം നമ്മുടെ ഭരണ സംവിധാനം, നമ്മുടെ നിയമ സംവിധാനം. അവിടെ ഈ പറയുന്ന പ്രക്ഷോഭം സംഘടിപ്പിച്ച ആളുകൾക്കടക്കം, CJPക്കടക്കം, പ്രതിപക്ഷത്തിനടക്കം ഇത്തരം ആളുകളെ, നമ്മുടെ സുരക്ഷാ സേനയിലെ ഇത്തരം പുഴുക്കുത്തുകളെ അല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽ മൈൻഡുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശക്തമായ നിയമ നടപടികൾക്ക് വിധേയരാക്കി മേലിലെങ്കിലും ഈ രാജ്യത്തിൻ്റെ സ്വത്ത്, ഈ രാജ്യത്തിൻ്റെ ജീവൻ, ഈ രാജ്യത്തിൻ്റെ പൗരനെ, നിലത്ത് വീണ് കിടക്കുന്ന ഒരു മനുഷ്യനെ പട്ടിയെ തല്ലുന്നത് പോലെ വീണ്ടും തല്ലുകയാണ് പോലീസ്. എന്തിനാണ്? പിരിച്ചുവിടാനാണോ തല്ലിക്കൊല്ലുന്നത്? അങ്ങനെയാണോ പോലീസ് പെരുമാറേണ്ടത്? നിലത്ത് വീട് കിടക്കുകയാണ്, അടിമേടിച്ച് അടിമേടിക്കുകയാണ്, വീണ്ടും വരുന്നവനൊക്കെ കൈവയ്ക്കുകയാണ്, തല്ലിക്കൊല്ലാൻ പാകത്തിനാക്കുകയാണ്. അയാൾക്ക് ജീവിക്കണ്ടേ? ഒരു പ്രക്ഷോഭ സമരത്തിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ ആജീവനാന്തം അയാളുടെ ശരീരം ഇടിച്ചു നുറുക്കി തല്ലിക്കൂട്ടി കൊലപിടിച്ച് ആ രീതിയിൽ അയാളെ ജീവച്ഛവമാക്കുകയാണോ? ഏത് നീതിയാണിത്? എന്ത് രാജ്യമാണിത്? ഇവിടെ എവിടെയാണ് ജനാധിപത്യം പുലരുന്നത്? ഇവിടെ എവിടെയാണ് ജനാധിപത്യ പ്രതിഷേധം എന്ന് പറയുന്ന ഭരണഘടനയിലെ മൗലികാവകാശം സംരക്ഷിക്കപ്പെടുന്നത്? ആദ്യം പറയുന്നു നോ കോംപ്രമൈസിനെ സംബന്ധിച്ച് അരാജകവാദികളെ അഴിഞ്ഞാടാൻ വിടണമെന്നോ അല്ലെങ്കിൽ പ്രക്ഷോഭത്തെ കണ്ടിൽ നടിക്കണമെന്നൊന്നുമല്ല. മിനിമം ഫോഴ്സ്, നിയമപരമായ മാർഗം, പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിനപ്പുറം പ്രക്ഷോഭങ്ങളെ വലിയ പ്രശ്നങ്ങളില്ലാത്ത പരിഹരിക്കാനുള്ള സംവിധാനം അവിടെ ഭരണഘടനയും സുപ്രീം കോടതിയും നമ്മുടെ രാജ്യവും നൽകുന്ന നിയമപരമായ അധികാരങ്ങളും അവകാശങ്ങൾക്കും അപ്പുറത്ത് പോകാൻ ഒരു സുരക്ഷാ ഏജൻസിക്കും അധികാരമില്ല, ഒരു പോലീസിനും അധികാരമില്ല. തീർച്ചയായിട്ടും അവിടെ തന്നെയാണ് നോ കോംപ്രമൈസിൻ്റെ കൺക്ലൂഷനും എത്തുന്നത്. നമ്മുടെ നിയമ സംവിധാനങ്ങൾ, നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ, നമ്മുടെ സുരക്ഷാ ഏജൻസികൾ മനുഷ്യരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. ആ ഉറച്ച നിലപാടിനപ്പുറത്തേക്ക് അക്രമം നടത്തിയാൽ, ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്താൽ അത്തരം നിയമപാലകരെന്ന് വിളിക്കപ്പെടുന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് കാര്യം വഴി എണ്ണിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും കൂടി ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ കൊണ്ട് അക്കാര്യം കൂടി ഉറപ്പുവരുത്തണം. തീർച്ചയായിട്ടും ഡൽഹി പ്രക്ഷോഭത്തിലടക്കം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രക്ഷോഭത്തിലടക്കം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലടക്കം നടന്ന കാര്യങ്ങളിൽ സമഗ്രമായ അന്വേഷണം വേണം. ആ അന്വേഷണം ഉറപ്പാക്കണം. അവിടുത്തെ പോലീസ് നടപടിയിൽ ലാത്തിയിൽ ആണിവെച്ച പോലീസുകാരും അതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയവരും കൃത്യമായും ശിക്ഷിക്കപ്പെടണം. പോലീസ് അല്ലാതെ അവിടെ പോലീസ് പണി ചെയ്യാൻ ഇറങ്ങിയ ഭരണകൂടത്തിൻ്റെയോ മറ്റോ ഗുണ്ടാ സംവിധാനങ്ങളുണ്ടെങ്കിൽ ആ ഗുണ്ടകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അവിടെ നടന്ന അതിക്രമപരമായ മുഴുവൻ കാര്യങ്ങളിലും സമഗ്രമായ അന്വേഷണം വേണം. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ജനാധിപത്യ രാജ്യം ജനാധിപത്യപരമായി പോകുന്നു എന്ന് നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളിലെ നിയമപാലനം അത് ജനാധിപത്യപരമായി നിയമവിധേയമായി പോകുന്നുവെന്ന് ഉറപ്പുവരുത്തണം എന്നുകൂടി മാത്രമാണ് നോ കോംപ്രമൈസിന് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.